നമ്മുടെ സംസ്ഥാനത്തെ കാലാവസ്ഥ പരിശോധിക്കുമ്പം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. 6 ജില്ലകളിൽ ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ യെല്ലോ അലേർട്ടാണ്, ആലപ്പുഴയിൽ അലേർട്ടാണ്, കോട്ടയത്തും എറണാകുളത്തും ഇടുക്കിയിലും തൃശ്ശൂരിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ബാക്കി ജില്ലകളിലൊന്നും മഴ മുന്നറിയിപ്പില്ല. നമ്മുടെ മാപ്പിൽ തന്നെ ഗ്രീൻ ആയിട്ടാണ് കിടക്കുന്നത്. മറ്റ് ജില്ലകളിലൊക്കെ ഈ അലേർട്ടിനൊപ്പം തന്നെ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് കേട്ടോ. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് നിലവിൽ മഴ തുടരുന്നത്. അതേസമയം ഇന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുകളൊന്നുമില്ല. അപ്പം മഴ സാഹചര്യം പരിശോധിച്ച സ്ഥിതിക്ക് ജില്ലകളിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെ താപനില കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയിൽ കൂടിയ താപനിലയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില ഇവിടെ 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എറണാകുളത്തേക്ക് വരുമ്പോഴത്തേനും കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കോഴിക്കോട്ട് ഇന്നത്തെ കൂടിയ താപനിലയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ണൂരിലെ ഇന്നത്തെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ മൊത്തത്തിൽ ഒരു ദിനാന്തരീക്ഷ അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ. ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൂട് താരതമ്യേന കുറച്ച് കൂടി വരുന്നുണ്ടല്ലേ. ഇപ്പം ഈ ഇടയ്ക്ക് ഒരാഴ്ച മുമ്പത്തെ പോലെ അല്ല, രാവിലെയൊക്കെ വീണ്ടും കുറച്ചധികം ചൂടും ഉഷ്ണവും ഒക്കെ നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് സാരം. ആ തരത്തിലാണ് കാലാവസ്ഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവും.